തിരക്കിൽ അല്പസമയം തുടരുന്നു. ഇന്ന് രഞ്ജിനിക്കൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് സാജിദ് കടയ്ക്കൽ. തിരക്കിൽ അല്പസമയം റേഡിയോ ഏഷ്യ 1269 AM നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ് അലുക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്, കൂടെ റാസൽ ഖൈമ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റും. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് സാജിദ് കടയ്ക്കലാണ് നമ്മളോടൊപ്പം. പ്രിയ സ്നേഹിതർക്ക് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കാം. വിളിക്കേണ്ടത് 6005700000 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും ആദ്യം ഒരു സുഹൃത്തിലേക്ക് എത്താം. ഹലോ, നമസ്കാരം, ആരാണ്? ഓക്കെ അഷ്റഫ്, സംസാരിക്കാമല്ലോ. എന്താണ് ചോദിക്കാനുള്ളത്? ഹലോ അഷ്റഫ് ഭായ്, പറഞ്ഞോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അതെ, തീർച്ചയായും. അത് കാലിന്റെ ഏത് ഭാഗത്തായിട്ടാണ്? ലെഫ്റ്റ് ലെഗ് ആണ് അല്ലേ? ലെഫ്റ്റ് ലെഗിൽ ആംഗിൾ ജോയിന്റിന്റെ ഭാഗത്താണോ? അവിടെ 5 വർഷം മുന്നേ സംഭവിച്ചാണ് അല്ലേ? പെട്ടെന്ന് ഓക്കെ. സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോഴ് നിലവില് പിന്നെ നല്ല പോലെ നടക്കുന്ന സമയത്തൊക്കെ വേദന തോന്നാറുണ്ടോ? അത്തഹയാത്തിലേക്ക് ഇരിക്കുമ്പോൾ ഒരു പിടുത്തം പോലെ തോന്നും. തീർച്ചയായും. ഓക്കെ. അപ്പൊ അവിടെ നീരുണ്ടോ ആ ഭാഗത്ത്? നീരൊന്നുമില്ല. അപ്പൊ അതിലെന്താണ്, ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. തെന്നി മാറുന്ന പോലെ ആ ജോയിന്റ്, ആ ഒരു ഡിസ്ലൊക്കേഷൻ പോലെ അല്ലേ? എന്നാലും പൂർണ്ണമായിട്ട് മാറ്റില്ല, ചെറിയ രീതിയിൽ. അതിന് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോയിന്റിന് നല്ല ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ആ ഭാഗത്ത് വേദനയ്ക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കണം. ആംഗിൾ ജോയിന്റിന് നല്ല പുഷ് ചെയ്തിട്ടുള്ള എക്സസൈസുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റിമുലേഷനും നല്ലതാണ് ആ ഭാഗത്ത്, ആ എഫക്റ്റഡ് പെയിൻഫുൾ ഏരിയയിൽ. അതുപോലെ തന്നെ വാക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തെറാപ്പി ഉണ്ട്, അറിയാലോ? അതും അവിടെ ആ ഭാഗത്ത് ചെയ്യുന്നതിൽ നല്ലൊരു ആശ്വാസം ഉണ്ടാവും. പിന്നെ ഇതിന്റെ ആ റിപ്പോർട്ട് ഒന്നുകൂടി എനിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. നിങ്ങൾ പോയിട്ട് അതിന് വേണ്ടിയുള്ള എക്സസൈസ് ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെ കാണിച്ചു തരും. അന്ന് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് വല്ലതും പറഞ്ഞു തന്നായിരുന്നോ? യെസ്, കീ ഹോൾ സർജറി. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അതിന് പരിഹാരം കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ റാസൽ ഖൈമയിൽ തന്നെ ഉള്ള ആളാണല്ലോ, ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഞാൻ ബ്രൂസ്ലി ബിൽഡിങ്ങിലാണ്. റാസൽ ഖൈമ ബ്രൂസ്ലി ബിൽഡിങ്ങിൽ അൽ അർജുൻ ബോഡി കെയർ സെന്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അൽ അർജുൻ ബ്രൂസ്ലി ബിൽഡിങ്ങിൽ ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, നിങ്ങൾ ഇറങ്ങിയാൽ മതി. ഓക്കെ. ഇപ്പോൾ ഈ ഒരു പ്രശ്നം പറയുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ നമ്മള്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കും വേറെ ഏതെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിക്കാൻ. അതിപ്പോ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള സർജറി പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഒന്ന് മാറി ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൂടി സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്നത്. അഷ്റഫിന്റെ പ്രശ്നം പോലെയുള്ള കാര്യങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിൽ ഫലപ്രദമായി തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, ഫലപ്രദമായ ചികിത്സ തന്നെ ഇതിലുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ പെയിനുള്ള ഭാഗത്ത് ഹിജാമയും ചെയ്യാൻ പറ്റും. കാരണം ദുഷിച്ച രക്തം ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് കുത്തി എടുത്തു കഴിയുമ്പോൾ തന്നെ കുറച്ച് ഒരു ആശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെ മെയിനായിട്ട് എക്സസൈസ് ആണ്, ആ സ്ട്രെങ്തനിങ് എക്സസൈസ് തന്നെ കൊടുക്കണം. ആ ജോയിന്റ് വീക്കാണ്, അതാണ് ഇദ്ദേഹത്തിന് നമസ്കരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പെയിൻ തോന്നാൻ കാരണം.
ഈ പറഞ്ഞ പോലെ സ്ട്രെങ്തനിങ് കുറഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്ത്. അതിനുവേണ്ടിയുള്ള എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ഫിസിയോതെറാപ്പി ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതേപടി ചെയ്യാറുണ്ടോ? അതെ അതെ അതെ. ഫിസിയോതെറാപ്പി പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിലവർ പ്രിസ്ക്രൈബ് ചെയ്യും ആ പേഷ്യന്റിന് എക്സസൈസ് കൊടുക്കേണ്ടതെങ്കിൽ ഇന്ന രീതിയിലുള്ള എക്സസൈസ് കൊടുക്കണമെന്ന് അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് ആ ലെറ്ററുമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിന് ആ പ്രശ്നം പഠിച്ചതിന് ശേഷം അതിന് പറ്റിയ എക്സസൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ കണ്ടിന്യൂ നമ്മൾ വരാൻ പറയും. ഇപ്പം കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് 1 മാസം 2 മാസത്തോളം പിന്നെ ബാൻഡേജ് ഒക്കെ ചെയ്ത് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ സ്റ്റിഫായിരിക്കും ആ ജോയിന്റ്. അപ്പം നമ്മൾ അത് തെറാപ്പിയിലൂടെയാണ് അത് ഡെവലപ്പാക്കി എടുക്കുന്നത്. അപ്പൊ അതിന് കണ്ടിന്യൂ നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഒരു തുടക്കത്തിൽ കുറച്ച് നാൾ കണ്ടിന്യൂ വരും, പിന്നെ കാലൊക്കെ പിന്നെ ഒന്നിനാടെ ഒരുക്കാവും, പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമാവും. അങ്ങനെ അതിങ്ങനെ കുറഞ്ഞ് ആ ഒരു ഫോളോ അപ്പ് അവർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പൂർണ്ണമായ സുഖമായിട്ട് വരില്ല. അതെ അതെ. കാരണം എല്ലാവരും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതിന് നിങ്ങൾ തന്നെ ആദ്യം പറയുമോ, അത് മനസ്സിലാക്കാൻ പറ്റുമോ എത്ര നാള് വേണ്ടി വരും എന്നുള്ള? അതെ, നമ്മള് മുൻകൂറായിട്ട് തന്നെ പറയും, ഒരു ഡേറ്റ് പറയാറുണ്ട്. ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ചിലപ്പോൾ 10 ഡേയ്സ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ചിലപ്പോൾ 10 സെഷൻ എന്നായിരിക്കും പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ടിന്യൂ 3 ഡേയ്സ് വന്നതിന് ശേഷം പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വന്നിട്ട് എടുക്കാൻ വേണ്ടി ആയിരിക്കും പറയാം. ചില ആളുകളൊക്കെ ഇതിന് ശ്രദ്ധ കൊടുത്ത് തന്നെ വരുന്ന ടീമും ഉണ്ട്, ആൾക്കാരുണ്ട്, പേഷ്യൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് വരുന്ന ആൾക്കാർ. അവർക്ക് അതിൻ്റെതായ റിസൾട്ടും ഉണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക. ഇപ്പൊ ഒരു 10 ഡേയ്സ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഒന്ന് വരിക, അപ്പോൾ നമ്മൾ നോക്കും, കണ്ടീഷനൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വരാൻ വേണ്ടി പറയും. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം വരാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. പിന്നെ റെഗുലറായിട്ട് തന്നെ ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള പെയിനുള്ള പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ വർഷങ്ങളായിട്ട് 2, 3, 4 വർഷത്തോളമായി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, അപ്പൊ അതിനെനിക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് റിസൾട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂ 6 ഡേയ്സ് ട്രീറ്റ്മെന്റും ലാസ്റ്റ് ഡേയിൽ ഹിജാമയും കൊടുത്തിട്ട് നമ്മൾ അടുത്ത ആഴ്ചയിൽ 2 ദിവസം വരാൻ വേണ്ടി പറയാം. അങ്ങനെ ഒരു കണ്ടിന്യൂ ഒരു 4-5 ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പോൾ ഒരു ടച്ച് ഉണ്ടല്ലോ, ഫോളോ അപ്പ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മന്ത്ലി 3 ആക്കും, മാസത്തിൽ 3 ചികിത്സ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മന്ത്ലി 2, 1 അങ്ങനെ നമ്മൾ കുറേശ്ശായിട്ട് കൊണ്ടുവരും. പിന്നെ അവർക്ക് നല്ല രീതിയിൽ ഹോംവർക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞാലും എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ വീട്ടില് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ പഴക്കം ചെന്ന ബാക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ, ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ വളരെ സാവധാനം മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കണ്ടിന്യൂ പിന്നെ ലോവർ ബാക്ക്, അപ്പർ ബാക്ക് എക്സസൈസ് ചെയ്യേണ്ടി വരും. കിടക്കുന്ന പൊസിഷൻ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും. പില്ലോയൊക്കെ നമ്മുടെ കാലിന്റെ അടിഭാഗത്തൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കിടക്കണം. പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെവി ഒബ്ജക്ഷൻ, വെയിറ്റ് പെട്ടെന്നൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ആ ട്രീറ്റ്മെന്റ് പീരീഡിൽ നമ്മുടെ നിർദ്ദേശം ഉള്ള പോലെ തന്നെ ഇപ്പം ഏകദേശം നമ്മളൊരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മന്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതുപോലെ തന്നെ സ്പോർട്സ് പരമായിട്ടുള്ള കളികളൊന്നും പാടില്ല. ഇവിടെയൊക്കെ അറിയാലോ, ഏറ്റവും കൂടുതൽ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണ്. അവരുടെ അടുത്ത് പറയും നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാലും അവര് അത് ശ്രദ്ധിക്കില്ല. അവർ പോകും. അവരെ ബോഡി നോക്കുമ്പോൾ ഒന്ന് വീക്കായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ വീണ്ടും പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫോളോ അപ്പ് വളരെ നിർബന്ധമാണ് ഈ ചികിത്സയ്ക്ക്. അതൊരു കണക്ക് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കണം എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. ആ ഒരു പഴയ രീതിയിലേക്ക് നമ്മൾ വേഗം എത്താൻ വേണ്ടി. ഓക്കെ, ശരി. എന്നാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് സമയമാവുന്നു. അതിനുശേഷം തിരികെ അല്പസമയം brought to you by Joyalicas Exchange, your favorite money exchange and Gulf hypermarket Rasul Khema, extra from other hypermarkets. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് സാജിദ് കടയ്ക്കലാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഫിസിയോതെറാപ്പിയെ സംബന്ധിച്ച്, ഹിജാമ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് പ്രിയ സ്നേഹിതർക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വീണ്ടും വിളിക്കുക. 657-0000 എന്ന നമ്പറിലേക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. SMS നമ്പറിലൂടെയും നമ്പർ 4131. You are listening to തിരക്ക് അല്പസമയം.
recipes. Brought to you by Heartlight, 100% pure canola oil and Fuku coconut water. Hydration by nature. ഇന്നത്തെ ഇഫ്താർ റെസിപ്പിയിൽ കൊതിയൂറും ഈന്തപ്പഴം ബിസ്ക്കറ്റ് റോൾ. ഈന്തപ്പഴം ബിസ്ക്കറ്റ് റോൾ ഉണ്ടാക്കാനായി ആവശ്യമുള്ള സാധനങ്ങൾ: നെയ്യ് 125 ഗ്രാം, ശർക്കര പൊടിച്ചത് 75 ഗ്രാം, ഏലക്കാപ്പൊടി 1/2